ഗവൺമെന്റ് കോളേജിൽ പതിവിന് വിപരീതമായി വ്യത്യസ്തമായ രീതിയിലുള്ള പുഷ്പമേള ഗവൺമെന്റ് കോളേജിൽ ഒരുങ്ങി. ഗ്രാമീണതയുടെ സുഗന്ധം വിതറുന്ന 100-ലേറെ ഗൃഹാതുരതയിലേക്ക് നയിച്ചു. വെജിറ്റബിളിന്റെ ഒരു വൻ കണക്കിന് ഔഷധ സസ്യങ്ങളുടെ ശേഖരവും അപൂർവമായ കൂൺ വർഗ്ഗങ്ങളുടെ ഒരു ശേഖരവും ഞങ്ങൾ പ്രദർശിപ്പിച്ച വകയും കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തി അവരെ കൂടി ഒരു ബോധവൽക്കരണത്തിന്റെ പൂക്കൾക്ക് പുറമെ കാസർഗോഡ് മാത്രം കാണപ്പെടുന്ന കൂണുകളുടെ പ്രദർശനവും അരങ്ങേറി. പുഷ്പങ്ങൾ എന്ന് വെച്ചാൽ അനിമകളാണ്. അത്തരം പുഷ്പങ്ങളെ ഇന്നത്തെ തലമുറക്ക് പലർക്കും അറിയില്ല എന്താണ് പുഷ്പങ്ങളെന്ന്. മോഡേൺ കാലത്ത് ജീവിക്കുന്നവര് മോഡേൺ ഫ്ലവേഴ്സ് ലൈക്സിനെ അവർക്ക് അറിയുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ബോട്ടണി കുട്ടികളും കൂടി പലതരം പുഷ്പങ്ങളുണ്ട്. അങ്ങനെ പുഷ്പങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിനെക്കുറിച്ച് അതിന്റെ മെഡിസിനൽ വാല്യൂസ് പിന്നെ ഇന്നത്തെ തലമുറ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അതിന്റെ പ്രസക്തി അതിനെക്കുറിച്ച് ഉള്ള അതിന്റെ സൈനാണ് ഇങ്ങനെയുള്ളൊരു ശില്പശാല. സസ്യങ്ങളും അതിന്റെ യൂസസും അത് ഹൗ ടു യൂസ് എല്ലാം പെടുത്തി സയന്റിഫിക് നെയിം ഫാമിലീസ് എല്ലാം. ನಮ್ಮ ನಾಡಿನ ಸಿಗುವಂಥ ಹೂಗಳನ್ನು ತೆಗೆದು ನಾವು ಇದರಲ್ಲಿ ಯಾವುದೇ ನಾವು ಅಂಗಡಿಯಿಂದ ತೆಗೆದ ಯಾವುದೇ ಹೂಗಳು ನಾವು ಇಲ್ಲಿ ಬಳಸ್ತಿಲ್ಲ. ಓನ್ಲಿ ಇಷ್ಟೊಂದು ವೆರೈಟಿಯಾದ ಹೂಗಳು ಇದೆ ಅಂತ ಗೊತ್ತಾದೆ ಇವಾಗ ನಮಗೆ ಈ ಫ್ಲವರ್ ಶೋ. ಅದೇ ರೀತಿ ಹಲವಾರು ರೀತಿಯ ಒಂದು ಸೊಪ್ಪು ತರಕಾರಿಗಳು ನಾವು ಮನೆಯಲ್ಲಿ ನಾವು ಅತಿ ಹೇಳಿದರೆ ಒಂದು 4-5 ಅಷ್ಟೇ ನಮಗೆ ಗೊತ್ತಿರೋದು. ಆದರೆ ಇಲ್ಲಿ ನೋಡಿದರೆ ಒಂದು 25ಕ್ಕಿಂತ ಹೆಚ್ಚು ಸೊಪ್ಪು ತರಕಾರಿಗಳು ಇಲ್ಲಿ ನಮಗೆ ಕಾಣಬರ್ತವೆ. ಅದನ್ನು ನೋಡಿದ್ರೆ ನಮಗೆ ನಾನೊಂದು ಬಾಟನಿ ಹೆಮ್ಮೆ ಆಗ್ತದೆ. ಇಷ್ಟೊಂದು ಇದು ಸೊಪ್ಪು ತರಕಾರಿಗಳು ನನಗೆ ಗೊತ್ತಿಲ್ಲ ಸೊಪ್ಪು ತರಕಾರಿಗಳು ಇದೆ ಈಗ ನಾವು ಕಂಡು. ಅದೇ ರೀತಿ ತುಂಬ ಔಷಧ ಸಸ್ಯಗಳನ್ನ ನಮಗೆ ಇಲ್ಲಿ ಕಾಣಲಿಕ್ಕೆ ಅಣಬೆ ರೀತಿಯಂತ ಇದು ತುಂಬ ಗ್ರೂಪ್ ನಮಗೆ ಇಲ್ಲಿ ಕಾಣುತ್ತೆ. ನಮಗೆ ಬೋಧವಲ್ಕರಣ ಕೊಡುವಂತಹ ಕಾರ್ಯಕ್ರಮ ಅಂತ ಹೇಳಲಿಕ್ಕೆ